പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് എപ്സൻ്റെ L5290 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാമുള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം പ്രിൻ്ററിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററാണ്. വൈഫൈ വരുന്നുണ്ട്. എപ്സൻ്റെ 003 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയുന്നുണ്ട്, ഇവിടെ യൂസർ മാനെല്ലാം റീഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ ഡാമേജ് ഒന്നും ആവാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാൻ സാധിക്കുന്നത് യൂസർ മാനുവൽ, ഡ്രൈവർ സീഡ് എല്ലാം വരുന്നൊരു പാക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് മാറ്റി വെക്കുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ കൂടെ 4 ബോട്ടിൽ ഇങ്കും കൂടെ വരുന്നുണ്ട്. ആ ബോട്ടിലാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 003 സീരീസ് ഇങ്കാണ് ഈ മോഡലിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നേരെ നമ്മൾ യൂസർ മാനുവലിൻ്റെ കിറ്റ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്രൈവർ സീഡ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നിങ്ങളുടെ PC CD ഡ്രൈവ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ഭാഗത്ത് കാണുന്നത് പവർ കേബിളാണ്. പ്രിൻ്ററിലേക്ക് പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പവർ കേബിൾ ഉപയോഗിക്കുന്നത്. ഇനി കാണുന്ന 2 തെർമോകോൾ പീസുകൾ ഒഴിവാക്കാം നമുക്ക്. അതിനുശേഷം ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. വെക്കുന്ന സമയത്ത് USB കേബിൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് USB കേബിൾ യൂസ് ചെയ്യുന്നത്. ഇത് നെറ്റ്വർക്കിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മോഡൽ പ്രിൻ്ററാണ്, വൈഫൈ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ കവർ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ കവർ നിങ്ങൾക്ക് പ്രിൻ്റർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ, പൊടിപടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഈ കവർ ഉപയോഗിക്കാവുന്നതാണ്. മൂടി വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്രിൻ്റർ ഓൺ ആക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ ബ്ലൂ കളർ സ്റ്റിക്കറെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഈ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ സമയത്ത് പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ആക്കുകയല്ല, മറിച്ച് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ആൾറെഡി നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്, പ്രിൻ്ററിൻ്റെ കൂടെ 4 ബോട്ടിൽ ഇങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ബ്ലാക്ക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ടോപ്പ് ഓപ്പൺ ചെയ്താണ് നേരെ ടാങ്കിലേക്ക് നമുക്ക് ഇങ്ക് ബോട്ടിൽ വെക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബോട്ടിൽ മാറ്റി വെച്ചു. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 4 ടാങ്കാണ് വരുന്നത്. ഓരോരോ ടാങ്കിൻ്റെ അവിടെ അതിൻ്റേതായ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് ഫില്ല് ചെയ്യുന്നത്. ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്ത് നേരെ ആ ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യുന്ന നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ എവിടെ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ട്രാൻസ്പെറൻ്റ് കൊടുത്ത അവിടെ ലെവൽ കാണും. ആ ലെവലിനനുസരിച്ചാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അവിടെ താഴെ കാണുന്ന ആരോ മാർക്ക് ഉണ്ടാവും. ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യണം. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ യെല്ലോൻ്റെ ബോട്ടിൽ എടുക്കുകയാണ്. ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നേരെ ബോട്ടിൽ എടുത്തുകൊണ്ട് ടാങ്കിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ക് ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒറിജിനൽ ഇങ്ക് മാത്രമേ യൂസ് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ കുറച്ച് ഇങ്ക് ബാലൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു 1 week 2 weeks കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് മജന്ത ഇങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നേരെ ബോട്ടിൽ നേരെ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. ഇവിടെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്.
യെസ്, അതങ്ങനെ മജന്ത ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ മാറ്റി വെക്കുന്നു, ടാങ്ക് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് സിയാൻ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സിയാൻ്റെ ബോട്ടിൽ എടുക്കുന്നു. നേരെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഇങ്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, അതിന് സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ടോപ്പ് റിമൂവ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ നേരെ ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ലിംഗ് പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സമയത്ത് ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കംപ്ലീറ്റ് ടാങ്കും ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി പവർ കേബിൾ എടുത്താണ് പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് പിറക് വശത്തായിട്ടാണ് നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് അവിടെ കണക്ട് ചെയ്തിട്ട് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കുകയാണ്. പ്രിൻ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ഇനീഷ്യൽ ലോഡിങ് വരുന്നുണ്ട്. അതിനുശേഷം സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. യെസ്, ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ലാംഗ്വേജാണ് വന്നിട്ടുള്ളത്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, യെസ്, നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ അത് ജസ്റ്റ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ വേറെ ലാംഗ്വേജുകളൊക്കെ താഴോട്ട് ആരോക്കി കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് കൺട്രി റീജിയൻ ഏതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് താഴോട്ട് വന്ന് ഇന്ത്യയുടെ ഭാഗം എത്തണം. GHI കഴിഞ്ഞ് യെസ് ഇന്ത്യ. ഓക്കെ, അത് എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവുന്നതാണ്. പിന്നെ ഈ ഡേ ലൈറ്റ് സെയിം ടൈം നമുക്ക് ജസ്റ്റ് നോ എന്ന് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഫോർമാറ്റ് ഏത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ബട്ടൺ പ്രസ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കറൻറ്റ് ഡേറ്റാണ് ചോദിക്കുന്നത്. അതിവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ ചോദിക്കും. ആ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ഫോർമാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ ചോദിക്കുന്നത് നമ്മൾ കറൻറ്റ് ടൈമാണ്. ആ ടൈം ഇവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. പ്രിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതേപോലെ വേറൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ബട്ടനാണ് പ്രസ് ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് ആ ഒരു ബട്ടന് 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് ഒരു മെസ്സേജ് വരും. അവിടെ നമ്മൾ ഈ കാണുന്ന ഫോട്ടോ കോപ്പിക്ക് കാണുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്യണം. ഏകദേശം 11 മിനിറ്റ് വരെ ആ പ്രോസസ്സിങ് ഉണ്ടാവും. അത് കയ്യോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം സ്ക്രീനിൽ ഇതേപോലെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും. അതിൻ്റെ അർത്ഥം നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആണെന്നാണ്. അതിനുശേഷം സ്ക്രീനിൽ വരുന്ന മെസ്സേജുകളൊന്നും അത്ര കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.